സ്വിസ് സെൻട്രൽ ബാങ്കിൽ നിന്ന് $54 ബില്യൺ വരെ വായ്പ എടുക്കുമെന്ന് ഇൻവെസ്റ്റ്മെന്റ് ബാങ്കായ ക്രെഡിറ്റ് സ്വിസ്. സ്വിസ് ബാങ്കിന്റെ പ്രഖ്യാപനം വന്നതോടെ ഏഷ്യൻ വിപണികളിൽ ഫിനാൻഷ്യൽ ഓഹരികളിൽ കടുത്ത ചാഞ്ചാട്ടം. വിശദമായി സംസാരിക്കാം. മാർക്കറ്റ് ഇൻസൈറ്റിലേക്ക് സ്വാഗതം. ആദ്യം തന്നെ കഴിഞ്ഞ ഒരാഴ്ച വിപണി എങ്ങനെയായിരുന്നു നോക്കാം. കീ ഇൻഡിസസ് ആയ നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, സെൻസസ് സൂചികളെ സംബന്ധിച്ചിടത്തോളം ഇടിവിലായിരുന്നു ഈ ആഴ്ച വ്യാപാരം അവസാനിപ്പിക്കുമ്പോൾ. 17,100 എന്ന നിലയിലായിരുന്നു നിഫ്റ്റി എന്നുള്ള വ്യാപാരം അവസാനിപ്പിക്കുമ്പോൾ ഉണ്ടായിരുന്നത്. 2.49% പിടിഞ്ഞ നിഫ്റ്റിക്ക് 232 പോയിന്റോളമാണ് നഷ്ടം സംഭവിച്ചത്. ഇനി ബാങ്ക് നിഫ്റ്റിയുടെ കാര്യത്തിൽ ബാങ്ക് നിഫ്റ്റി ഇന്നലെ ട്രേഡിംഗ് അവസാനിപ്പിക്കുമ്പോൾ 38,959 എന്ന ലെവലിലായിരുന്നു. 2.19% ഇടിവാണ് രേഖപ്പെടുത്തിയ ബാങ്ക് നിഫ്റ്റി 887.35 പോയിന്റാണ് ഈ ഒരാഴ്ച നഷ്ടപ്പെട്ടത്. ഇനി സെൻസെക്സിലേക്ക് നോക്കുമ്പോൾ 57,989.9 നിലയിലാണ് സെൻസെക്സ് ട്രേഡിംഗ് ക്ലോസ് ചെയ്യുന്നത്. 1.94% ഇടിവ് രേഖപ്പെടുത്തിയ സെൻസെക്സിന് 1,145 പോയിന്റാണ് നഷ്ടപ്പെട്ടത്. വീണ്ടും നിഫ്റ്റിയിലേക്ക് തിരിച്ചു വരുമ്പോൾ കഴിഞ്ഞ ആഴ്ച നിഫ്റ്റി രേഖപ്പെടുത്തിയ നഷ്ടം 1.52%. അത് ഈ ആഴ്ചയിൽ 2.49%. മാത്രമല്ല മാർച്ച് 9 ശേഷം നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം നിഫ്റ്റിക്ക് ഒരു ദിവസം പോലും ഗ്രീനിൽ വ്യാപാരം അവസാനിപ്പിക്കാനായിട്ട് സാധിച്ചിരുന്നില്ല. തുടർച്ചയായി 7 ദിവസമാണ് നിഫ്റ്റി റെഡിൽ വ്യാപാരം അവസാനിപ്പിക്കുന്നത്. പ്രത്യേകിച്ച് ഇന്നലെ ഈ ആഴ്ചയിൽ മികച്ച തുടക്കമായിരുന്നു വിപണിയിൽ നിഫ്റ്റിക്ക് ഉണ്ടായിരുന്നത്. 100 പോയിന്റിന് മുകളിൽ ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങിലൂടെ ട്രേഡിംഗ് ആരംഭിക്കാനും സാധിച്ചു. എന്നിരുന്നാലും ആ നേട്ടം നിലനിർത്താനായിട്ട് നിഫ്റ്റിക്ക് സാധിച്ചില്ല. അതോടൊപ്പം തന്നെ 17,000 എന്ന സ്ട്രോങ് സപ്പോർട്ടിന് അടുത്തായിട്ടാണ് നിഫ്റ്റി ട്രേഡിംഗ് ഇന്നലെ അവസാനിപ്പിക്കുന്നത്. ഇനി ബാങ്ക് നിഫ്റ്റിയുടെ കാര്യത്തിൽ ഈ ആഴ്ചയിലെ വ്യാപാരത്തിൽ 3 ദിവസം മാത്രമാണ് നഷ്ടത്തിൽ വ്യാപാരം അവസാനിപ്പിച്ചത്. അവസാന 2 ദിവസവും ബാങ്ക് നിഫ്റ്റിക്ക് നേട്ടത്തിൽ ട്രേഡിംഗ് ക്ലോസ് ചെയ്യാനായിട്ടും സാധിച്ചു. ഇനി കഴിഞ്ഞ ആഴ്ചയിലെ 2.27% ഇടിവുമായി താരതമ്യം ചെയ്യുമ്പോൾ ഈ ആഴ്ച 2.19% ഇടിവ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. നമ്മോടൊപ്പം ചേരുന്നു ശ്രീ ചന്ദ്രചൂഡാമണി, ഡോക്ടർ ശങ്കരൻ. സർ, ഗുഡ് മോർണിംഗ്. ഈ നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരാഴ്ചയും കഴിഞ്ഞ ആഴ്ചയ്ക്ക് സമാനമായ രീതിയിൽ ഇടിവിലാണ് വ്യാപാരം അവസാനിപ്പിച്ചിട്ടുള്ളത്. താങ്കളുടെ ഔട്ട്ലുക്ക് എങ്ങനെയാണ്? ഗുഡ് മോർണിംഗ്, ശങ്കരൻ ഹിയർ. ഇപ്പോൾ நம்ம நிஃப்டி 50 பார்த்தோம்னா பாட்டம் தொட்டு மேலே திரும்ப ஆரம்பிச்சிடுது. இப்போ 16,800 நல்ல சப்போர்ட் இருக்குது. ரெசிஸ்டன்ஸ் 17,250. ஸோ நிஃப்டி ஏன் இப்போ திரும்ப ஆரம்பிக்கிறதுன்னு பார்த்தோம்னா ஆர்பிஐ கவர்னர் சொல்லியிருக்கார் இன்ஃப்ளேஷன் இஸ் அண்டர் கண்ட்ரோல். அப்போனா இன்ட்ரெஸ்ட் ரேட் கொஞ்சம் ஜாஸ்தி மேலே போகாது. இன்ட்ரெஸ்ட் ரேட் மேலே போகலைன்னா எக்விட்டி ப்ரைஸஸ் கொஞ்சம் மேலே போகலாம். அதனால நிஃப்டி இப்போ திரும்ப ஆரம்பிச்சிருக்கு. 2 நாளாக இப்போ இம்ப்ரூவ் ஆகிருக்கு. அண்ட் இயர் டு டேட் பார்த்தாலுமே நிஃப்டி ஐடி, நிஃப்டி எஃப்எம்சிஜி நல்லா இது ரைஸ் ஆகிருக்கு. அதனால நிஃப்டி 50 இந்த வாரம் இட் வில் கோ அப் இஸ் மை எஸ்டிமேட். ஓகே, நிஃப்டி பேங்க் எடுத்தால் நிஃப்டி பேங்க் 36,500 நல்ல சப்போர்ட் இருக்குது. ஓகே, அதுவுமே 2 நாளாக கீழே பாட்டம் தொட்டுட்டு மேலே வருது. டபுள் பாட்டமாக இருக்குது டெக்னிக்கல் அனாலிசிஸ் பார்த்தோம்னா. ஆனால் கொஞ்சம் ரெசிஸ்டன்ஸ் இருக்குது 39,950. ஏன்னா மூவிங் ஆவரேஜ் ரெசிஸ்டன்ஸ் இருக்கும். பட் ஜென்ரலி ஸ்பீக்கிங் எல்லா இண்டெக்ஸும் பார்க்கறச்ச நிஃப்டி ஐடி, நிஃப்டி மெட்டல்ஸ், நிஃப்டி ஃபினான்ஷியல் சர்வீசஸ், நிஃப்டி பேங்க், நிஃப்டி 50 இந்த லாஸ்ட் 1 வீக் நல்லா ஏறி இருக்கு. ஸோ த கம்மிங் வீக் looks to be good for all the Nifty indices. Okay, so I would suggest we look at Nifty 50 seriously. ആമാം. ശ്രീ ചന്ദ്രചൂഡാമണി, താങ്കൾ നിഫ്റ്റിയിൽ വാച്ച് ചെയ്യുന്ന ലെവലുകളൊക്കെ ഏതൊക്കെയാണ്? ഒപ്പം തന്നെ ബാങ്ക് നിഫ്റ്റിയുടെ താങ്കളുടെ ഔട്ട്ലുക്ക് എങ്ങനെയാണ്? ആക്ച്വലി അങ്ങനെ ലെവൽസ് ട്രാക്ക് ചെയ്യുന്നില്ല ശരിക്കും. പക്ഷെ ബേസിക്കലി ഒരു വ്യൂ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 16,500 എന്നുള്ളത് വാല്യുവേഷൻ ബേസിസിൽ ഒരു ഫ്ലോർ ആയിരിക്കാം. മീൻസ് ഫണ്ടമെന്റൽ വാല്യുവേഷൻ ബേസിസിൽ അല്ലെങ്കിൽ നിഫ്റ്റിയുടെ ഏർണിംഗ്സ് വെച്ചിട്ട് അല്ലെങ്കിൽ 18 times PE-യിലാണെങ്കിലും അതൊരു ഫ്ലോർ ആയിരിക്കാം എന്നുള്ളൊരു വ്യൂ ഉള്ളൂ ഫണ്ടമെന്റൽ സൈഡിൽ. ശരിക്കും അഗെയിൻ ബാങ്കിങ് ഇൻഡെക്സ് എടുത്തു കഴിഞ്ഞാൽ ആക്ച്വലി ഇപ്പം നമ്മുടെ ഇവിടുത്തെ ബാങ്കിങ് സെക്ടർ നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ഒരു സാഹചര്യത്തിലാണ് നിൽക്കുന്നത്. ശരിക്കും ഇൻട്രസ്റ്റ് റേറ്റ്സ് കൂടുകയാണെങ്കിൽ ബാങ്ക്സിന് ആക്ച്വലി ബാങ്കിന്റെ റിസൾട്ട് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ 2 ക്വാർട്ടറായിട്ട് ഏറ്റവും നല്ല, അല്ലെങ്കിൽ കഴിഞ്ഞ കുറെ ക്വാർട്ടറിൽ നല്ല റിസൾട്ട് കാണുന്നത് കഴിഞ്ഞ 2 ക്വാർട്ടർ ഏറ്റവും നല്ലതായിരുന്നു. അപ്പൊ അതിൽ ഒരു ഘടകം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ട്രഷറി ലോസസ് ഒന്നും ഇല്ല.
പക്ഷെ ഇൻട്രസ്റ്റ് റേറ്റ്സ് പെട്ടെന്ന് വർദ്ധിക്കുകയാണെങ്കിൽ ബാങ്കിന് ചെറിയ ട്രസ്റ്റിംഗ് ലോസ് കയറി വരും. അതായത് അതിന്റെ ടോട്ടൽ പ്രോഫിറ്റിനെ ചെറുതായിട്ട് ബാധിക്കുന്ന രീതിയിലുള്ള ഘടകങ്ങൾ. മേ ബി അങ്ങനെ ഒരു ആശങ്ക മാർക്കറ്റിനാവും. അല്ലാത്ത രീതിയിൽ ആക്ച്വലി ഈ സെക്ടറിലെ ഇപ്പോഴത്തെ കറക്ഷൻ, ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇത്തരം ഒരു കറക്ഷൻ വരേണ്ട കാര്യമില്ലായിരുന്നു ശരിക്കും. അത്രേ അതിനകത്തുള്ളൂ ശരിക്കും. അപ്പം മേ ബി പലിശ നിരക്ക് ഇനി വർദ്ധിക്കുന്നില്ലെങ്കിൽ, ഇപ്പൊ അടുത്ത ആഴ്ച ഫെഡ് മീറ്റിംഗ് ഉണ്ട്, അതെല്ലാം ആയിരിക്കും അതിനുള്ള ഇൻഡിക്കേഷൻ. വർദ്ധിക്കുന്നില്ല എങ്കിൽ ശരിക്കും ഒരു റിക്കവറി ഇനി വരേണ്ടതാണ്. തീർച്ചയായും. ഡോക്ടർ ശങ്കറിലേക്ക് തിരിച്ചു വരുമ്പോൾ നമുക്ക് അതിനോടൊപ്പം തന്നെ നിഫ്റ്റിയിൽ ഏറ്റവും കൂടുതൽ നേട്ടം നിലനിർത്തിയ ഓഹരികളിലേക്ക് ഒരിക്കൽ കൂടി നോക്കാം. നിഫ്റ്റിയിൽ ഏറ്റവും കൂടുതൽ നേട്ടം നിലനിർത്തിയ ഓഹരി എന്നത് BPCLന്റെ ഓഹരിയാണ്. BPCL ഈ ഒരാഴ്ച 7.77% നേട്ടം നിലനിർത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ടെക് മഹീന്ദ്ര 6.21% നേട്ടം നിലനിർത്തുന്നുണ്ട്. ടൈറ്റൻ കമ്പനി 3.37% നേട്ടം നിലനിർത്തുന്നുണ്ട്. അതോടൊപ്പം നെസ്ലെ 2.01% നേട്ടം നിലനിർത്തുന്നുണ്ട്. ഇതിനോടൊപ്പം തന്നെ ഇടിവ് നേരിട്ട ഓഹരികളിലേക്കൂടെ നോക്കുകയാണെങ്കിൽ ഇൻഡസ്ഇൻഡ് ബാങ്കാണ് ഏറ്റവും കൂടുതൽ ഇടിവ് നേരിട്ടത്. 10.76% ഇടിവിലോട്ട് ഇൻഡസ്ഇൻഡ് ബാങ്കിന്റെ ഓഹരി ഈ ഒരാഴ്ച വ്യാപാരകാലത്തിൽ മാറുകയുണ്ടായി. അഥവാ TCS 4.55% ഇടിവ് രേഖപ്പെടുത്തി. ഐഷർ മോട്ടോഴ്സ് 4.54%, M&M 4.5% ഇടിവിലേക്ക് പോയി. ഇതിൽ ഏതെങ്കിലും ഓഹരികൾ താങ്കൾ പ്രത്യേകം ശ്രദ്ധ ചെലുത്തുന്ന ഓഹരികളാണോ ഡോക്ടർ ശങ്കർ? ஓகே, இப்போ ஆயில் ப்ரைஸஸ் கொஞ்சம் ஸ்டெபிளைஸ் ஆகிறதுனால ஆயில் மார்க்கெட்டிங் கம்பெனிஸுக்கு நல்ல இது. அதனால தான் பிபிசிஎல் பார்த்தீங்கன்னா ஒரு 4 நாளாகவே இட் ஹஸ் பின் கோயிங் அப். டெக்னிக்கல் அனாலிசிஸ் பிரகாரம் பார்த்தோம்னா பிபிசிஎல் இப்போ டபுள் டாப் வந்துட்டு கீழே இறங்கலாம். ஸோ இந்த வாரம் கொஞ்சம் ரெசிஸ்டன்ஸ் இருக்கும் பிபிசிஎலுக்கு. ஏன்னா இந்த லாஸ்ட் 5 days இட்ஸ் பின் கோயிங் அப். It has crossed all the moving averages. It is in a very good position. Okay. However, from the index point of view, IT seems to have done well. So, அப்படி பார்க்கச்ச, all the tech companies have been doing well. Tech Chem எடுத்தோம்னா in the last 4-5 days it has done well. It gapped up last week and it's continued its a strong show. Primarily, there was a leadership change in Tech Chem. இப்போ எல்லா கம்பெனியும் ஃபேஷனாக இருக்குது லீடர்ஷிப் சேஞ்ச் பண்ணுறதுக்கு. இப்போ TCS லீடர்ஷிப் சேஞ்ச் ஆகுது, டெக்கம் ஆகுது, காக்னிசன்ட் ஆச்சு. ஸோ quite a few of them leadership changes happening either at the CEO level or at the CXO level, CHRO or whatever. So, but most of these companies are taking it in stride. And succession planning has been there, so there's no major surprise when it comes to succession change in these large companies. So IT will continue to do well. Now that results are going to come soon in the first week of April, so you see all of them going up. So I'm investing in tech companies. I see this is a good time to enter several of the tech companies. Okay. So TCS பொறுத்த வரைக்கும் it's a large company, so it takes time to move. Okay, but right now TCS I think has hit the bottom. Technically speaking, it's at a double bottom. On Friday there was some life of a reversal, so I think this week we'll see some reversal in TCS. Okay. അതോടൊപ്പം നിഫ്റ്റി ബാങ്കിലേക്കൂടെ നമുക്ക് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ബാങ്കിൽ ഈ ഒരാഴ്ച ഒരു ഓഹരി പോലും നേട്ടത്തിൽ വ്യാപാരം അവസാനിപ്പിച്ചിട്ടില്ല. നിഫ്റ്റി ബാങ്കിൽ ഏറ്റവും കൂടുതൽ ഇടിവ് നേരിട്ടത് ഇൻഡസ്ഇൻഡ് ബാങ്കിൻ്റെ ഓഹരിക്കാണ്. ഏകദേശം 10.76% ഇടിവിലേക്ക് ഇൻഡസ്ഇൻഡ് ബാങ്കിൻ്റെ ഓഹരി നീങ്ങുന്ന സാഹചര്യമായിരുന്നു ഇന്നലെ ട്രേഡിംഗ് അവസാനിപ്പിക്കുമ്പോൾ ഉണ്ടായിരുന്നത്. അതോടൊപ്പം തന്നെ ബന്ധൻ ബാങ്ക് 7.76% ഇടിവിലേക്ക് നീങ്ങി. AU സ്മോൾ ഫിനാൻസ് ബാങ്ക് 5.48% ഇടിവിലേക്ക് നീങ്ങി. ബാങ്ക് ഓഫ് ബറോഡ 4.62% ഇടിവിലേക്ക് നീങ്ങി. ഡോക്ടർ ശങ്കർ, ഈ ബാങ്കിങ് ഓഹരികളുടെ കാര്യത്തിൽ കഴിഞ്ഞ ഒരാഴ്ചയും അല്ലെങ്കിൽ അതിന് മുമ്പത്തെ ആഴ്ചയും ബാങ്കിങ് ഓഹരികൾ പ്രധാന ഓഹരികളെല്ലാം തന്നെ ഇടിവിലേക്ക് നീങ്ങുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. ഇനി വരും ആഴ്ചകളിൽ ഈ ബാങ്കിങ് ഓഹരികളെല്ലാം ഒരു നേട്ടത്തിന്റെ പാതയിലേക്ക് മാറാനുള്ള സാധ്യത കാണുന്നുണ്ടോ? ഇപ്പോൾ ഇൻഡസ്ഇൻഡ് ബാങ്ക് എടുത്താൽ it has been coming down. It is technically speaking, it's below the 200 DMA, as they say. But Friday, I think the momentum is slowing down. We might see some upswing for IndusInd in the coming week, technically. Okay. So, அப்படி பார்க்கறச்ச, HDFC Bank merger being approved by NCLT is an important step as well. But
that approval was anyway a foregone conclusion. ஏன்னா மற்றவங்க எல்லாரும் ஒத்துண்டாச்சு. NCLT is the last regulatory body to come and approve it. மற்ற SEBI and Competition Council எல்லாம் green signal கொடுத்தாச்சு. That is why on Thursday and Friday you see a upswing for HDFC Bank. So I think this week, given the fact that most of the banking crisis in the US is also being handled, and Indian banks are not that much in asset liability mismatch, and RBI is doing a job of following up on that. I think banks will start showing some improvement this week. ICICI Bank or HDFC Bank or the big ones are all turning up. State Bank at Talam, it is giving good signals. So I would say the coming week, all the banks will start moving up based on technical analysis. Okay. ആമാം. അതിനുശേഷം വിപണിയിൽ പ്രധാന വാർത്തകളിലേക്ക് നോക്കുകയാണെങ്കിൽ സ്വിസ് സെൻട്രൽ ബാങ്കിൽ നിന്ന് $54 ബില്യൺ വരെ വായ്പ എടുക്കുമെന്ന് ഇൻവെസ്റ്റ്മെന്റ് ബാങ്കായ ക്രെഡിറ്റ് സ്വിസ് അറിയിച്ചിട്ടുണ്ട്. സ്വിസ് ബാങ്കിന് പ്രഖ്യാപനം വന്നതോടെ ഏഷ്യൻ വിപണികളിലെ ഫിനാൻഷ്യൽ ഓഹരികൾക്ക് അടുത്ത ചാഞ്ച് ഓട്ടം കാണാനായി. യൂറോപ്പിലും അമേരിക്കയിലും ആഗോള ബാങ്ക് തകർച്ചയിൽ നിക്ഷേപകർ ആശങ്കകളുണ്ടായതിനെ തുടർന്നാണ് നടപടി. ഈ ലിക്വിഡിറ്റി പ്രശ്നം നേരിടുന്ന സ്വിസ് നാഷണൽ ബാങ്ക് $54 ബില്യൺ വായ്പ എടുക്കാനുള്ള ഓപ്ഷൻ ഉപയോഗിക്കുമെന്നാണ് വ്യാഴാഴ്ച രാവിലെയാണ് അത് അറിയിച്ചതും. ഈ ബാങ്കുകൾ ചുമത്തിലുള്ള മൂലധന പണ ആവശ്യകതകൾ നിറവേറ്റുമെന്നും ആവശ്യമെങ്കിൽ സെൻട്രൽ ബാങ്ക് ലിക്വിഡിറ്റി ആക്സസ് ചെയ്യാമെന്നുള്ള ബാങ്കിന് ഉറപ്പിനെ തുടർന്നാണ് അനുമതി ലഭിച്ചത്. 2008 സാമ്പത്തിക പ്രതിസന്ധിക്ക് ശേഷം ഇത്തരം ഓപ്ഷൻ നൽകുന്ന ആദ്യത്തെ ആഗോള ബാങ്കാണ് ക്രെഡിറ്റ് സ്വിസ്. ഈ വാർത്ത എങ്ങനെയാണ് നിക്ഷേപകർ കാണേണ്ടത്, ഒപ്പം ഏതൊക്കെ മേഖലകളാണ് ഇത് സ്വാധീനിക്കുക? ഡോക്ടർ ചന്ദ്രജ്, താങ്കൾക്ക് പോയിന്റ്സ് ആഡ് ചെയ്യാം. ഇതില് ഇപ്പം പറഞ്ഞോളൂ. 2008 banking crisis, governments learned how to handle. 2020 pandemic, governments learned how to handle. 2023 இப்போ கவர்மெண்ட் எந்த ஊரில் எடுத்தாலும் கவர்மெண்ட்டுக்கு இப்போ கொஞ்சம் எக்ஸ்பீரியன்ஸ் வந்துருச்சு இந்த மாதிரி கிரைசிஸ்லாம் எப்படி ஹேண்டில் பண்ணணும்னு. டாக்ஸ் பேயர்ஸ் பணம் போட்டு பண்ணக்கூடாது, மார்க்கெட்லேயே தான் அது பண்ணணும்னு ஒரு அபிப்பிராயம் வந்திருக்கு. அதனால தான் இப்போ பார்த்தீங்கன்னா சிலிகான் வேலி பேங்கோ ஃபர்ஸ்ட் ரிப்பப்ளிக் பேங்கோ இம்மீடியட்லி ஆர் கிரெடிட் ஸ்விஸ் எடுத்தாலும் இம்மீடியட்லி ப்ரைவேட் செக்டர் மூவ்ட் இன் அண்ட் சேவ் த பேங்க்ஸ், நாட் தி கவர்மெண்ட். கவர்மெண்ட் வாஸ் எ ஃபெசிலிட்டேட்டர். ஏன்னா கவர்மெண்ட்டுக்கு இப்போ தெரிய ஆரம்பிச்சிடுது எப்படி ஹேண்டில் பண்ணும் கிரைசிஸில். புது கிரைசிஸ் வந்தால் வேற விஷயம். ஆனால் இன்னொரு தடவை பேண்டமிக்கு, இன்னொரு தடவை ஃபைனான்ஷியல் கிரைசிஸ் வந்ததுன்னா எல்லா கவர்மெண்ட்டுக்கும் எக்ஸ்பீரியன்ஸ் இருக்கு இப்போ. அதனால திஸ் இஸ் நாட் அ பிக் கிரைசிஸ் தட் வில் கோ அவுட் ஆஃப் ஹேண்ட். அதனால தான் இம்மிடியட்லி தே ஆர் ஏபிள் டு ஹேண்டில் இட். தி மார்க்கெட் இஸ் நாட் பேனிக்கிங். ஸோ ஐ திங்க் திஸ் வில் பி டேக்கன் இன் த ஸ்ட்ரைட் and the markets will not get destabilized. ചന്ദ്ര, താങ്കൾക്ക് പോയിന്റ് ആഡ് ചെയ്യാം. ഇതിപ്പം ബേസിക്കലി ഇപ്പൊ യൂറോപ്പിനെ സംബന്ധിച്ചോളം ഇത് അവർക്കൊരു പ്രയോറിറ്റിയാണ്. ആക്ച്വലി ബാങ്കിങ് ഇതൊരു ക്രൈസിസ് അല്ലെങ്കിൽ കൊളാപ്സിലേക്ക് വിടാൻ പാടില്ല എന്നുള്ളത് അവരെ സംബന്ധിച്ചുള്ള ഒരു പ്രയോറിറ്റിയാണ് ശരിക്കും. അപ്പം ഇപ്പം ആക്ച്വലി ഇപ്പൊ ഗവൺമെന്റ്സ് എല്ലാവരും ശരിക്കും എന്തെങ്കിലും ഒരു ബാങ്കിങ് ക്രൈസിസ് കാരണം അത് ഓവറോൾ എക്കണോമിയെ ബാധിക്കും എന്നുള്ളൊരു സാഹചര്യം ഉണ്ടെങ്കിൽ അത് അവർ പ്രൊട്ടക്ട് ചെയ്യാൻ തയ്യാറാണ് ശരിക്കും. അപ്പൊ ആക്ച്വലി അതിനുള്ള മെഷേഴ്സ് വരുന്നുണ്ട്. അത് മാത്രമല്ല ഒരു പ്രൈവറ്റ് ടേക്ക് ഓവറും കൂടി ഇപ്പൊ UBS ചിലപ്പോൾ ഇതിനെ ടേക്ക് ഓവർ ചെയ്തേക്കും എന്നുള്ള ഒരു ന്യൂസും വരുന്നുണ്ട് ശരിക്കും. അപ്പം ആക്ച്വലി ഇതെല്ലാം തിരിച്ചൊരു സ്റ്റെബിലിറ്റിയിലേക്ക് വരും എന്ന് വിചാരിക്കാം. പക്ഷേ ഇതെല്ലാം ആക്ച്വലി ഇൻട്രസ്റ്റ് റേറ്റ് വർദ്ധിപ്പിച്ചതിന്റെ ആഫ്റ്റർ എഫക്ട്സ്. ഇപ്പൊ 2022 നമ്മൾ കണ്ട ഇൻട്രസ്റ്റ് റേറ്റിന്റെ വർധനമായിരുന്നു. ഇൻട്രസ്റ്റ് റേറ്റ്സ് വർദ്ധിപ്പിച്ചതിന്റെ ആഫ്റ്റർ എഫക്ട്സ് എന്നുള്ളത് ഒന്ന് ഈ അസറ്റ് ലൈബിലിറ്റി മിസ്മാച്ച്, രണ്ടാമത് ഇനി കോർപ്പറേറ്റ്സ് ഇപ്പം ബോറോ ചെയ്ത് വെച്ചിരിക്കുന്നവർ ഈ ഡെറ്റ് ഇനി റോൾ ഓവർ ചെയ്യാൻ പോകുമ്പോഴോ അല്ലെങ്കിൽ അവര് എക്സിസ്റ്റിംഗ് ഡെറ്റ് റീപേയ്മെന്റിൽ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ട് വരുമ്പോഴാണ് അടുത്ത ഇഷ്യൂസ് വരിക ശരിക്കും. അപ്പൊ ഇനി ആക്ച്വലി ഇത് ഐ ഓപ്പണർ ആണ്. പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു ഇത്രയും ഷാർപ്പായിട്ട് ഇൻട്രസ്റ്റ് റേറ്റ് വരുമ്പോൾ പ്രതിസന്ധികൾ ബാങ്കിങ് സിസ്റ്റത്തിൽ ഉണ്ടായേക്കാം എന്നുള്ള ഐ ഓപ്പണർ ആണ്. അതുകൊണ്ട് തന്നെ ഇനി കൂടുതൽ പ്രതിസന്ധികൾ വരാതിരിക്കുന്നു വിശ്വസിക്കുന്നു. കാരണം ഇനി NPAs പോലുള്ള ഇപ്പൊ വന്നിരിക്കുന്ന മിസ്മാച്ച് ആണ്. അതായത് NPA അല്ല ശരിക്കും. അതായത് ഒരാൾ ലോൺ എടുത്ത ആൾ റീപേ ചെയ്യാതെ വരുമ്പോഴാണ് NPA വരുന്നത്. NPA വരുമ്പോഴാണ് ശരിക്കും ലോസ് വരുന്നതും കൂടുതൽ പ്രതിസന്ധി വരുന്നത്. ഇപ്പൊ അതല്ല സിറ്റുവേഷൻ, ഇത് മിസ്മാച്ച് ആണ്. അതായത് ഇൻവെസ്റ്റ് ചെയ്തേക്കുന്ന ടെന്യൂറിന്റെ മിസ്മാച്ച് മാത്രമേ ഉള്ളൂ. പക്ഷെ റെഗുലേറ്റേഴ്സ് ഇപ്പം സെൻട്രൽ ബാങ്ക്സിനാണെങ്കിലും ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടിയതിന്റെ ഭാഗമായിട്ട് വരാവുന്ന അല്ലെങ്കിൽ ഇനി മുന്നോട്ട് വരാവുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഇവാലുവേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അതിന് മുന്നേ തന്നെ മുന്നോട്ട് ചിന്തിക്കാനുള്ള ഒരു സാഹചര്യം കൂടിയാണ്. അതുകൊണ്ട് കൂടുതൽ ക്രൈസിസ് ചിലപ്പോൾ ഒഴിവാക്കപ്പെട്ടേക്കെന്ന് വിചാരിക്കുന്നു ശരിക്കും. ശരി,
അതോടൊപ്പം തന്നെ ഈ HDFC മാർച്ച് 27 നടക്കുന്ന ബോർഡ് മീറ്റിംഗിൽ ഫണ്ട് സമാഹരണം പരിഗണിക്കുന്നുണ്ട്. ഈ പ്രൈവറ്റ് പ്ലേസ്മെന്റ് അടിസ്ഥാനത്തിൽ നോൺ കൺവെർട്ടബിൾ ഡിബഞ്ചർ ഇഷ്യൂ വഴി 57,000 കോടി രൂപ സമാഹരിക്കുന്നതിനാണ് പദ്ധതി. ഈ HDFC കഴിഞ്ഞ മാസം 10 വർഷത്തെ നോൺ കൺവെർട്ടബിൾ ഡിബഞ്ചർ ഇഷ്യൂ വഴി 25,000 കോടി രൂപ സമാഹരിക്കുകയും ചെയ്തിരുന്നു. HDFC ബാങ്കുമായി ഉടൻ ലയിക്കാൻ പോകുന്ന HDFC 7.97% പലിശ നിരക്കിലാണ് 10 വർഷത്തെ ബോണ്ടുകൾ വിറ്റത്. കഴിഞ്ഞ വർഷം HDFC ആണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റുപ്പി ബോണ്ടുകൾ വിറ്റഴിച്ചത്. ഈ നോൺ കൺവെർട്ടബിൾ ഇഷ്യൂ വഴി 57,000 കോടി രൂപ സമാഹരിക്കുമ്പോൾ അത് ഏത് രീതിക്കാണ് സ്റ്റോക്കിനെ ബാധിക്കുക? ഒപ്പം HDFC ബാങ്ക് തുടങ്ങിയ സ്റ്റോക്കുകളിൽ താങ്കളുടെ വ്യൂ എങ്ങനെയാണ്, ഡോക്ടർ ചന്ദ്ര? Sure. ഇപ്പോൾ NCD നോൺ കൺവേർട്ടബിൾ ഡിബെഞ്ചേഴ്സ് as a stranded financial instrument. இந்த பேங்க் இப்போ ரைஸ் பண்ணுறது மல்டிபிள் இஷ்யூஸ். ஒன்று வந்து HDFC அது ரைஸ் பண்ணுறதுனால வேர் வில் தே புட் த மணி ப்ரைமர்லி இன் ரியல் எஸ்டேட், பிகாஸ் HDFC இஸ் a ரியல் எஸ்டேட் ஃபண்டிங் கம்பெனி. அதனால் ரியல் எஸ்டேட் இண்டஸ்ட்ரிக்கு it makes a good sign. So especially with the government also pushing for affordable housing and the industry wanting to do affordable housing, if HDFC Bank raises money, they will in turn fund real estate companies. When it comes to real estate companies funding, I really wish they give project financing rather than just housing loans. For real estate, it should be made an industry. Real estate is the engine of growth in any developed country. Real estate is considered an industry, it is an engine of growth. அப்படி இருக்கிற பட்சத்தில் இங்கே இந்தியாவில் நம்ம இதை இன்னும் இண்டஸ்ட்ரியாக கன்சிடர் பண்ணல. கவர்மெண்ட் ஹேஸ் டு மேக் ரியல் எஸ்டேட் as an industry. Only then real estate development companies will get long-term development financing. அது வந்ததுன்னா நல்லா இருக்கும். HDFC should look into that as well. But when it comes to raising such bonds, yes, the interest rates are high. At this time, they're going and raising funding, which is an interesting situation. I would not have done it, but HDFC has done it. Okay, so but it's a good sign for housing financing. Okay. Okay. ശ്രീ ചന്ദ്രചൂഡാമണി, താങ്കൾ എങ്ങനെയാണ് ഇതിനെ നോക്കി കാണുന്നത്? Come again. ഹലോ ചന്ദ്ര, കേൾക്കാമോ? ഓക്കെ, അടുത്ത വാർത്തയിലേക്ക് പോകാം. വോയിസിൽ എന്തോ പ്രശ്നങ്ങളുണ്ട്. 70,584 കോടി രൂപയുടെ സൈനിക നവീകരണ പദ്ധതികൾക്ക് പ്രതിരോധ മന്ത്രാലയത്തിന് അനുമതി ലഭിച്ചു. തദ്ദേശീയമായി രൂപകൽപ്പന ചെയ്ത് വികസിപ്പിച്ച എല്ലാ പ്രൊജക്ടുകൾക്കും രാജ്നാഥ് സിംഗിന്റെ നേതൃത്വത്തിലുള്ള ഡിഫൻസ് അക്വിസിഷൻ കൗൺസിലിൽ നിന്നാണ് അനുമതി ലഭിച്ചത്. സായുധ സേനയ്ക്കും ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിനും വേണ്ടിയുള്ള എല്ലാ ആയുധ സംഭരണത്തിനും ഡിഫൻസ് അക്വിസിഷൻ കൗൺസിൽ അംഗീകാരം നൽകുകയും പുതിയ പ്രൊജക്ടുകളിൽ 99% ഇന്ത്യൻ വ്യവസായങ്ങളിൽ നിന്നുള്ള വാങ്ങലുകളായിരിക്കുമെന്ന് പ്രതിരോധ മന്ത്രാലയം അറിയിക്കുകയും ചെയ്തു. അതിനു പുറമെ ഈ ടാറ്റ കൺസൾട്ടൻസി സർവീസസ് മാനേജിംഗ് ഡയറക്ടറും CEO രാജേഷ് ഗോപിനാഥ് സ്ഥാനം ഒഴിയുകയാണ്. 22 വർഷത്തിലേറെയുള്ള കമ്പനിയുടെ സേവനത്തിന് ശേഷമാണ് രാജി. ഈ TCSന്റെ അടുത്ത CEO കൃതിവാസനെ നിയമിക്കും. 2023 മാർച്ച് 16 മുതൽ അദ്ദേഹം ചുമതലയേൽക്കുന്നവരെ ഗോപിനാഥ് കമ്പനി തുടരുകയും ചെയ്യും. CEO ആയിരുന്ന 6 വർഷത്തിനിടെ TCSന് $10 ബില്യൺ വർദ്ധിച്ച വരുമാനവും വിപണി മൂലധനത്തിൽ $70 ബില്യൺ വർധനയും ഗോപിനാഥ് നേടിക്കൊടുക്കുകയും ചെയ്തിരുന്നു. TCSന്റെ 4ാമത്തെ CEO ആയിരുന്ന അദ്ദേഹം IT കമ്പനികളുടെ ഏറ്റവും സ്ഥിരതയുള്ള മാനേജ്മെന്റ് ടീമുകളൊന്നാണ് TCSനുള്ളത്. ഈ വിഷയത്തെപ്പറ്റി ഡോക്ടർ ശങ്കർ ആദ്യമേ പ്രതിപാദിച്ചിരുന്നു. ചന്ദ്രചൂഡാമണി, താങ്കൾ ഈ മാനേജ്മെന്റ് തല മാറ്റത്തെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഈ മാനേജ്മെന്റ് തല മാറ്റം TCSനെ എങ്ങനെയാണ് ബാധിക്കുക? Sure. See, TCS is like a Titanic. It's a large ship. It cannot move very fast. It will move gradually, very slowly, based on existing strategy. ஒரு லீடர் மாறினதுனால TCS strategy is not going to change. Mr. Gopinath was not a very charismatic leader anyway. TCS had some charismatic leaders who are more public than Mr. Gopinath. Ipa Varar Kirtivasan also is not a big industry name. So it shows that TCS is putting internal senior management in a succession plan. So I don't see major change in TCS strategy. இதனால ஸ்டாக் ப்ரைஸ் கீழே இறங்குறதோ ஸ்டாக் ப்ரைஸ் மேலே போகிறதோ ஆக போகிறதில்ல. டிசிஎஸோட ஃபினான்ஷியல் பெர்ஃபார்மன்ஸ் இஸ் வாட் இஸ் கோயிங் டு டிரைவ், not any senior management change. Okay, so today in the IT industry we don't have any charismatic leaders to talk about.
Okay, there was a time when the industry was growing, when we had charismatic leaders either in ASCOM or in any of the companies like Infosys, Wipro, and so on. Right now, it's a very mature industry, so leadership charisma is not going to make stock price changes. Okay. ഓക്കെ. ഡോക്ടർ ചന്ദ്ര, താങ്കൾ എങ്ങനെയാണ് ഈ മാനേജ്മെന്റ് തലം മാറ്റത്തെ നോക്കിക്കാണുന്നത്? ഒപ്പം ഈ മാനേജ്മെന്റ് മാറ്റം ടി സി എസിന്റെ ഓഹരികൾ ഏതൊക്കെ തരത്തിലുള്ള ബാധിക്കാനുള്ള സാധ്യതയുണ്ട്? ഇത് ശരിക്കും ഈ മാനേജ്മെന്റ് ചേഞ്ച് ഈ ടി സി എസിന്റെ കേസിൽ ആക്ച്വലി ഈ സൂചിപ്പിച്ച പോലെ തന്നെ അധികം സിഇഒ ചേഞ്ചസ് ഇല്ല. ഏറ്റവും കൂടുതൽ സ്റ്റെബിലിറ്റി ഉണ്ടായിരുന്ന ഒരു ഓർഗനൈസേഷൻ ടി സി ആയിരുന്നു, ശരി ടി സി എസ് ആണ്. അത് കാരണം തന്നെയാണ് ടി സി എസ് ആക്ച്വലി ഇൻഫോസിസിന് മുകളിൽ ആക്ച്വലി വലിയൊരു ലീഡ് ശരിക്കും. അതായത് ഒരു കാലഘട്ടത്തിന് ശേഷം ഇൻഫോസിസും ടി സി തമ്മിലുള്ള ഒരു ഗ്യാപ്പ് ഭയങ്കരമായിട്ട് വൈഡൻ ചെയ്തിരുന്നു ശരിക്കും. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ടി സി എസിൽ മാനേജ്മെന്റ് സ്റ്റെബിലിറ്റി ഭയങ്കര ഹൈ ആയിരുന്നു. എന്നാൽ ഇൻഫോസിസും തൊട്ടു താഴെ വിപ്രോയും മാനേജ്മെന്റ് ഷെയ്ക്കപ്പിലൂടെ പോയിട്ടുണ്ട് ശരിക്കും. ഇൻഫോസിസിൽ അത് അത് വലിയ ഇഷ്യൂസിലേക്ക് കാരണമായി ശരിക്കും. പിന്നീട് പഴയ പ്രൊമോട്ടർ സ്റ്റെപ്പ് ഇൻ ചെയ്യേണ്ടി വന്നു. ഇതെല്ലാം അതിന്റെ ഗ്രോത്തിനെ ഇടയ്ക്ക് വെച്ച് ബാധിച്ചു. അങ്ങനെയാണ് ടി സി എസ് ഇൻഫോസിസ് ഇത്രയും ഒരു പുറകിലേക്ക് പോയത്. അഗൈൻ വിപ്രോയുടെ കേസിലാണെങ്കിൽ അസിം പ്രേംജി കിട്ടിയതിനു ശേഷം അദ്ദേഹം ഡുവൽ സിഇഒ സിസ്റ്റം കൊണ്ടുവന്നു. കാരണം അദ്ദേഹത്തിന് ആ ട്രാൻസിഷന്റെ സമയത്ത് ഒരു കോൺഫിഡൻസ് ഇഷ്യൂ ഉണ്ടായിരുന്നു. അന്ന് 2 സിഇഒ കൊണ്ടുവന്നു. പക്ഷെ ആ ഒരു കാലഘട്ടത്തിന് ശേഷം കഴിഞ്ഞ ഒരു 15-20 വർഷമായിട്ട് ഈ ഒരു സിഇഒ ക്രൈസിസ് ഫേസ് ചെയ്യുന്ന ഒരു കമ്പനിയായിരുന്നു വിപ്രോ. അത് കാരണം വിപ്രോ ഒത്തിരി പുറന്തള്ളപ്പെട്ടു ശരിക്കും. എന്നാൽ ഇൻഫോസിസ് ആക്ച്വലി ഇപ്പം സ്റ്റെബിലൈസ് ആയി, അണ്ടർ സാഹിൽ പരീഖ് സ്റ്റെബിലൈസ് ആയി. അപ്പം ടി സി എസിന്റെ കേസിലും ഇത് പ്രതീക്ഷിച്ചതല്ല. കാരണം ടി സി എസിന്റെ ഹിസ്റ്ററി ലോങ് സിഇഒ ടെന്യൂർ ആയിരുന്നു. പക്ഷേ എഗെയിൻ ഇപ്പം ട്രാൻസിഷൻ വരുന്നത് ഈ ടോപ്പ് ഐ ടി കമ്പനീസിന്റെ മേജർ വെർട്ടിക്കൽ ബാങ്കിങ്, ഫിനാൻഷ്യൽ സെക്ടർ ആൻഡ് ഇൻഷുറൻസ് BFS എന്നുള്ള വെർട്ടിക്കലാണ്. അതിന്റെ ഹെഡാണ് ഇപ്പം പുതിയ സിഇഒ ആയിട്ട് ചാർജ് എടുക്കുന്നത്. പ്രത്യേകിച്ച് ആ സെക്ടറാണ് അവരുടെ കോർ. അതിന്റെ ഹെഡാണ് ചാർജ് എടുക്കുന്നത് എന്നുള്ളൊരു ആശ്വാസകരമാണ്. ഇനി അദ്ദേഹത്തിനും 5 ഇയർ ടെന്യൂർ ധാരാളമായിട്ട് അവൈലബിൾ ആണ് ശരിക്കും. അദ്ദേഹത്തിന്റെ റിട്ടയർമെന്റ് ഏജ് വെച്ചിട്ട് 5 ഇയർ ടെന്യൂർ അവൈലബിൾ ആണ്. അപ്പം ആക്ച്വലി അദ്ദേഹം ആ ടെന്യൂർ ഇത് ചെയ്ത് മുന്നോട്ട് പോകുമെന്ന് വിശ്വസിക്കുന്നു ശരിക്കും. കാരണം സോഫാർ ടി സി എസിന്റെ തന്നെ ഓൺ ഇതിലൊരു ചെറിയൊരു മാറ്റമാണ്. അതായത് ആ ഒരു വലിയൊരു ലോങ് ടേം ട്രാക്ക് റെക്കോർഡിൽ ഒരു ചെറിയൊരു ചേഞ്ച് ആണ്. ലോങ് ടേം ഇൻവെസ്റ്റേഴ്സ് ഇപ്പൊ താൽക്കാലികം ഇതിനകത്ത് വറി ചെയ്യേണ്ട കാര്യമില്ല ശരിക്കും. പിന്നെ ഇനിയിപ്പം നെക്സ്റ്റ് ക്വാർട്ടർ റിസൾട്ട് വരാറായി. മാർച്ച് കഴിയുമ്പോഴത്തേക്ക് ഇനി അവര് പുതിയ മാനേജ്മെന്റ് പ്ലാൻസും കാര്യങ്ങളൊക്കെ പറയും. നോക്കാം, അത്രേ ഉള്ളൂ ശരിക്കും. പക്ഷേ അതോടൊപ്പം തന്നെ ഈ ഒരു കാര്യം, തുടർച്ചയായി 5ാമത്തെ ആഴ്ചയാണ് ടി സി എസിന്റെ ഓഹരി നഷ്ടത്തിൽ പോകുന്നത്. ഈ ടി സി എസിന്റെ ഓഹരിയുള്ള ഉടനെ ഒരു അപ്പൂവിന് പ്രതീക്ഷിക്കാമോ ചന്ദ്ര? അതെ, ഇപ്പം ഈ ഷെയർ പ്രൈസിന്റെ കേസ് എടുക്കുമ്പോൾ ബേസിക്കലി ഇത് എല്ലാത്തിലും ഈ ഒരു പ്രോബ്ലം ഉണ്ട് ശരിക്കും. ഐ ടി സെക്ടറിൽ ബാങ്കിങ്, ഈ ടോപ്പ് 3 ഐ ടി കമ്പനീസ് എടുത്തു കഴിഞ്ഞാൽ അവർ ബാങ്കിങ്, ഫിനാൻഷ്യൽ സർവീസസ്, ഇൻഷുറൻസ്, ഈ സെക്ടേഴ്സ് ആണ് അവരുടെ ബ്രെഡ് ആൻഡ് ബട്ടർ ശരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ US ബാങ്കിങ് സെക്ടർ ഇഷ്യൂ വന്നതിന് ശേഷം എല്ലാത്തിലും സെല്ലിംഗ് ഉണ്ട് ശരിക്കും. എല്ലാത്തിലും ഒരു ചെറിയ ഡൗൺ ട്രെൻഡ് വിസിബിൾ ആണ്. അപ്പം ഈ ഒരു സിഇഒ ട്രാൻസിഷനെക്കാട്ടിലും പ്രധാനമായിട്ട് ഇൻഡസ്ട്രിയിലുള്ള ഇഷ്യൂവും കൂടി ഇതിനെ ബാധിക്കുന്നുണ്ട്. അടുത്ത ആഴ്ച US ഫെഡറൽ റിസർവിന്റെ മീറ്റിംഗ് ഉണ്ട്. അത് കൂടാതെ തന്നെ ബാങ്കിങ് സെക്ടറിന്റെ ഇഷ്യൂസിന് ഒരു റെസൊല്യൂഷൻ കണ്ടെത്താനായിട്ട് US-ലും യൂറോപ്പിലും ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. അപ്പൊ ആക്ച്വലി അടുത്ത ആഴ്ച ഇതിനെ സ്റ്റെബിലൈസ് ചെയ്യുന്ന വിശ്വസിക്കുന്നു. ആക്ച്വലി അതിനുശേഷമായിരിക്കാം, അതിനടുത്ത ആഴ്ച ആയിരിക്കാം ചിലപ്പോൾ നമ്മൾ എന്തെങ്കിലും കൂടുതൽ റിക്കവറി ഇതിനകത്ത് കാണുന്നത്. അടുത്ത ആഴ്ച ഈ സെക്ടർ സ്റ്റെബിലിറ്റി കിട്ടുമായിരിക്കും വിശ്വസിക്കുന്നു ശരിക്കും. ആസ് എ ഡിസ്ക്ലോഷർ, ടി സി എസിൽ primeinvestor.in റെക്കമെൻഡേഷൻസ് ഒന്നും തന്നെ ഇല്ല. പക്ഷെ വേറെ 2 IT സ്റ്റോക്സിൽ ഞങ്ങൾക്ക് റെക്കമെൻഡേഷൻ ഉണ്ട്. ശരി. അതോടൊപ്പം നമ്മൾ ആദ്യം പറഞ്ഞൊരു കാര്യമാണ്, 70,584 കോടി രൂപയുടെ സൈനിക നവീകരണ പദ്ധതികൾക്ക് പ്രതിരോധ മന്ത്രാലയത്തിന് അനുമതി ലഭിച്ചു എന്നുള്ളത്. ഇത് ഡിഫൻസ് ഇൻഡസ്ട്രിയെ സംബന്ധിച്ചുള്ള ഒരു പ്രധാനപ്പെട്ട വാർത്തയാണ്. ഏതൊക്കെ ഡിഫൻസ് സ്റ്റോക്കുകളിൽ ഈ ഒരു വാർത്ത സ്വാധീനിക്കാനുള്ള സാധ്യതയുണ്ട്? ഇതിൽ ബേസിക്കലി ഡോക്ടർ ശങ്കർ പറയാം. So defense stock in eduttomna definitely HAL is in a good position. Fundamentals paathamna HAL oda financials are very very strong. So I think HAL and BHEL are good stocks to look at. HAL now konja irangi irukku stock, but that's the standard up and down than area. Nothing to worry about. So I am looking at HAL to invest. BHEL I'm already an investor. Other such defense stocks like Bharat Dynamics and so on are good ones to look at. Definitely defense stocks at this stage of the economy, I would
put money there. Thank you. ഡോക്ടർ ചന്ദ്ര, അതിപ്പോൾ ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ ഡിഫൻസ് മേഖലയ്ക്ക് ഒരു പ്രധാന വാർത്തയാണ് ഈ ഇത്രയും ഒരു ഫണ്ടിന്റെ ഇൻവെസ്റ്റ്മെന്റ് വരുന്നത്. ഏതൊക്കെ സ്റ്റോക്കുകളെ ബാധിക്കുമെന്നാണ് താങ്കളുടെ ഒരു വീക്ഷണം? ഇതില് ഈ ഡിഫൻസ് സ്റ്റോക്സ് നമ്മൾ നോക്കുമ്പോൾ ഇതിനകത്ത് ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പം വന്ന ഓർഡേഴ്സ് ഉണ്ടല്ലോ ആക്ച്വലി ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ 70,000 crores ആണെങ്കിൽ ഈ ഓർഡേഴ്സ് എല്ലാം ഇപ്പം ഒരു 1.5 വർഷം മുമ്പിലത്തെ HAL പോലത്തെ കമ്പനീസിന്റെ കോൺഫറൻസ് കോൾ എടുത്തു കഴിഞ്ഞാല് അവർ പറയുന്നുണ്ട് ഏതൊക്കെ സ്ഥലത്തു നിന്നാണ് അവർക്ക് ഓർഡേഴ്സ് കിട്ടാനുള്ളത് എന്നുള്ളത്. ഓക്കെ, പിന്നെ ആ കിട്ടാനുള്ള ഓർഡേഴ്സ് ഈ കമ്പനിക്ക് തന്നെ വരണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ കമ്പനീസ് ഇതൊന്നും ഉണ്ടാക്കുന്നില്ല ശരിക്കും. അപ്പോ ഓൾറെഡി ഈ റണ്ണപ്പിൽ ചിലപ്പം ഈ മാർക്കറ്റ് ആക്ച്വലി ഇത് പലതും ഡിസ്കൗണ്ട് ചെയ്തിട്ടുണ്ടാവും. അതായത് ഈ കമ്പനിക്ക് കിട്ടാവുന്ന ഓർഡേഴ്സ് എന്തൊക്കെയാണെന്നുള്ളത് അറിയാം ശരിക്കും. കാരണം ഈ ഓർഡേഴ്സ് വേറെ ആർക്കും പോകാൻ സാധ്യതയില്ല. പക്ഷെ ഗവൺമെന്റ് ആക്ച്വലി ഇത് അനൗൺസ് ചെയ്യുന്നത് ഒത്തിരി സമയം കഴിഞ്ഞായിരിക്കും. ഓക്കെ, ഇപ്പൊ കഴിഞ്ഞ വർഷം കിട്ടേണ്ട ഓർഡർ ആയിരിക്കും ചിലപ്പോൾ ഈ വർഷം അനൗൺസ് ചെയ്യുന്നത്. ഈ കാലയളവിൽ ചിലപ്പോൾ സ്റ്റോക്ക് 100% അപ്രീഷിയേറ്റ് ചെയ്തിട്ടുണ്ടാവാം. അപ്പം ഓർഡർ കിട്ടുമ്പോൾ നമ്മൾ ആക്ച്വലി വിചാരിക്കുന്നത് ഓക്കെ ഇത് പുതിയതായിട്ട് വരുന്നതെന്നുള്ളത്. പക്ഷെ ആക്ച്വലി അങ്ങനെയല്ല. ഇത് ഓൾറെഡി സ്റ്റോക്കിന്റെ പ്രൈസിൽ ആക്ച്വലി വന്നിട്ടുണ്ട് പലതിന്റെയും. അപ്പൊ അതുകൊണ്ട് ഡിഫൻസ് സ്റ്റോക്സ് ബേസിക്കലി വാട്ട് എവർ ഇറ്റ് ഈസ് ഇൻവെസ്റ്റേഴ്സ് കുറച്ച് കെയർഫുൾ ആയിട്ട് തന്നെ കുറച്ച് കോഷ്യസ് ആയിട്ട് തന്നെ അപ്രോച്ച് ചെയ്യണം എന്നുള്ളൊരു സ്റ്റാൻസ് ആണ് എനിക്കുള്ളത്. ആസ് എ ഡിസ്ക്ലോഷർ HAL എനിക്ക് കുറെ വർഷത്തെ ഹോൾഡിങ്സ് ഉണ്ട്. പക്ഷേ അഗെയിൻ ഈ ഓർഡേഴ്സ് ഇപ്പം നമുക്ക് ആക്ച്വലി പല കമ്പനീസിനും ഈ ഓർഡേഴ്സ് നേരത്തെ മനസ്സിലാക്കാൻ പറ്റും. കാരണം ഈ കമ്പനീസ് ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റ് വെച്ചിട്ടും ഗവൺമെന്റ് പല സമയത്ത് പറയുന്നതും വെച്ചിട്ടും. പക്ഷെ ആക്ച്വലി അനൗൺസ്മെന്റ് വരുന്നത് ചിലപ്പോൾ അത് കഴിഞ്ഞ് 1 വർഷമോ 6 മാസമോ അല്ലെങ്കിൽ കുറെ ലാഗ് കഴിഞ്ഞിട്ടായിരിക്കാം. അപ്പൊ അതുകൊണ്ട് ആ സമയത്ത് വരുമ്പം ഇപ്പോഴാണ് അത് കിട്ടുന്നതെന്നും ഈ സ്റ്റോക്ക് അത്രയും കയറണം എന്നുള്ളതും ഒരിക്കലും നമ്മൾ വിചാരിക്കേണ്ടതില്ല. ഓൾമോസ്റ്റ് എല്ലാ പോസിറ്റീവ്സും ഡിഫൻസ് സ്റ്റോക്സിൽ ഇപ്പോൾ ഓൾറെഡി വന്നിട്ടുണ്ട്. ഇനി ഇവർക്ക് എത്ര ഫാസ്റ്റ് ആയിട്ട് ഈ ഓർഡേഴ്സ് റിസൾട്ടിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നതായിരിക്കും ഇനി മാർക്കറ്റ് നോക്കുന്ന ഏറ്റവും വലിയ ഘടകം. ശരിക്കും അവിടെയാണ് എപ്പോഴും കമ്പനീസ് ചാലഞ്ചസ് ഫേസ് ചെയ്യാറുള്ളത്. അപ്പൊ ഒരു കോഷ്യസ് സ്റ്റാൻസ് എടുക്കാനായിട്ട് എനിക്ക് പറയാനുള്ളത്. തീർച്ചയായും. ഇതിനു പുറമെ പതഞ്ജലി ഫുഡ്സിന്റെ ഏകദേശം 292.58 ദശലക്ഷം ഓഹരികൾ സ്റ്റോക്ക് എക്സ്ചേഞ്ച് മരവിപ്പിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ. ഈ പബ്ലിക് ഷെയർ ഹോൾഡിംഗ് മാനദണ്ഡങ്ങൾ പാലിക്കാത്തതിനെ തുടർന്നാണ് നടപടി. കമ്പനിയുടെ 21 പ്രൊമോട്ടർ എൻറ്റിറ്റികളുടെ ഓഹരികൾ മരവിപ്പിക്കുന്നതാണ് BSEയിൽ നിന്നും NSEയിൽ നിന്നും ലഭിക്കുന്ന വിവരം. ഈ പതഞ്ജലി ഫുഡ്സിന്റെ പ്രൊമോട്ടർമാരുടെയും ഗ്രൂപ്പ് എൻറ്റിറ്റികളുടെയും കൈവശമുള്ള ഇക്വിറ്റിയുടെ 80.82% ഓഹരികളാണ് മരവിപ്പിച്ചത്. 39.4% ഓഹരികളുള്ള കമ്പനിയുടെ ഏറ്റവും വലിയ പ്രൊമോട്ടർ ഷെയർ ഹോൾഡറായ പതഞ്ജലി ആയുർവേദും ആചാര്യ ബാലകൃഷ്ണയും ഷെയർ ഹോൾഡിംഗിൽ മരവിപ്പിച്ച പ്രൊമോട്ടർമാർ ഉൾപ്പെടുന്നുവെന്നാണ് റിപ്പോർട്ട്. സെബിയുടെ മാനദണ്ഡങ്ങൾ അനുസരിച്ച് ഓഹരികളുടെ മരവിപ്പിക്കൽ കമ്പനി മിനിമം പബ്ലിക് ഷെയർ ഹോൾഡിംഗ് നിബന്ധനകൾ പാലിക്കുന്നവരെ ബാധകമാണ്. ഈ വാർത്ത നിക്ഷേപകരെ എങ്ങനെ ബാധിക്കും? പതഞ്ജലി ഫുഡ്സിൽ നിക്ഷേപിച്ചിരിക്കുന്നവർ എന്ത് കരുതലുകളാണ് സ്വീകരിക്കേണ്ടത്? Okay, so Patanjali Foods എടുത്തോம்னா it's an interesting company, very publicly visible leadership. Okay, அதில் வந்து இப்போ பப்ளிக் ஷேர் ஹோல்டிங் கம்மியாக இருக்குது, அதை இன்னும் மாற்றலைன்றதுனால செபி வந்து ஷேர் ஃப்ரீஸ் பண்ணியிருக்காங்க அவங்களோட ப்ரொமோட்டர்ஸ் இல்லையா. அதனால 5% என்னமோ ஸ்டாக் ப்ரைஸே இறங்கியிருக்கு. பட் ஃபைனான்ஷியலி ஸ்பீக்கிங், if you look at the fundamentals of Patanjali Foods, it has changed interestingly for the better. இப்போ பேலன்ஸ் ஷீட் எடுத்தோம்னா நிறைய லோன் இருந்தது, அவங்க லோன் எல்லாம் திருப்பி கொடுத்துட்டாங்க. 3,500 plus 7,000 8,000 crores 2019 liability இருந்தது, டெட். இன்னைக்கு வந்து 500 and odd தான் crore debt. So they have been repaying debt. Their balance sheet looks very good. Their cash balance looks very good with about 1,100 crores in cash. But the profits, being an FMCG company, the margins are thin. But the trailing 12-month revenue, there's a 25% increase in revenue. So financially, fundamentally, Patanjali Foods is doing well, very interestingly. But for SEBI to come and say, மினிமம் ஷேர் ஹோல்டிங் பண்ணலனால நான் ஃப்ரீஸ் பண்ணுறேன்னா, அந்த மாதிரி எவ்வளோ கம்பெனி இருக்கே, அதானி கம்பெனிஸ்லாம் எடுக்கலாமே. ஸோ செபிஸ் ஆக்ஷன் டு ஃப்ரீஸ் பதஞ்சலி ஸ்டாக் இஸ் வெரி வெரி பார்ஷியல். இட் இஸ் பயஸ்ட். இன் மை வியூ, Patanjali Foods as a fundamental stock looks very good. I think the stock is about to go up. Disclosure, I do not have any holdings in Patanjali. I have no relationship. But technically speaking, it's at an interesting point for reversal. So investors can look at Patanjali in spite of such freezes. Okay, but it's an interesting company.
ചന്ദ്ര, അതോടൊപ്പം തന്നെ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഈ പതഞ്ജലി ഫുഡ്സിൽ നിക്ഷേപിച്ചിരിക്കുന്ന നിക്ഷേപർ ഏത് തരത്തിലാണ് ഈ വാർത്തയോട് പ്രതികരിക്കേണ്ടത്? ആക്ച്വലി പതഞ്ജലിയുടെ ഫണ്ടമെന്റൽസിനെ കുറിച്ച് ഞാൻ ഒന്നും തന്നെ കമന്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. ഈ ഒരു ന്യൂസ്, അതായത് ഈ ഒരു പബ്ലിക് ഷെയർ ഹോൾഡിംഗ് മീറ്റ് ചെയ്യാത്ത ഒരു ന്യൂസ് ഉണ്ടല്ലോ, ശരിക്കും സെബി ഒരു ടൈം ലൈൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്റെ ഒരു വ്യൂ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കമ്പനി അത് മീറ്റ് ചെയ്യേണ്ടതാണ്. ഓക്കെ, കാരണം നോർമലി ഈ പബ്ലിക് ഇഷ്യൂ ഒക്കെ നടത്താൻ നേരത്ത് 3 വർഷത്തെ സമയം വരെ കൊടുക്കാറുണ്ട്. ആൻഡ് മോസ്റ്റ് ഓഫ് ദി കമ്പനീസ് അത് 3 വർഷം കൊണ്ട് മീറ്റ് ചെയ്യാറുണ്ട്. പിന്നെ ഇപ്പോഴത്തെ അവസ്ഥയിൽ മാർക്കറ്റിൽ ഒരു എക്സ്ട്രീം വൊളാറ്റിലിറ്റി ഒന്നുമില്ല. അതായത് കോവിഡിന്റെ സമയം പോലത്തെ എക്സ്ട്രീം വൊളാറ്റിലിറ്റി ഒന്നുമില്ല, നോർമൽ വൊളാറ്റിലിറ്റി മാത്രമേ ഉള്ളൂ. ഇപ്പൊ ഡിസംബറിൽ നിന്ന് എടുക്കുകയാണെങ്കിൽ ലൈഫ് ടൈം ഹൈന്ന് 10% ഇൻഡെക്സ് കറക്റ്റ് ചെയ്തിട്ടുള്ളൂ, നോർമൽ വൊളാറ്റിലിറ്റി ഉള്ളൂ. അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ ആ കമ്പനി കൊടുത്തിരിക്കുന്ന ടൈം ലൈനിൽ ആ പബ്ലിക് ഷെയർ ഹോൾഡിംഗ് മീറ്റ് ചെയ്യാൻ ബാധ്യസ്ഥരാണ്. അങ്ങനെ മീറ്റ് ചെയ്യാത്ത പക്ഷം അത് ഒരു നെഗറ്റീവ് ആയിട്ട് തന്നെ എടുക്കാനായിട്ടാണ് എന്റെ സജഷൻ. ശരി, ഇൻവെസ്റ്റേഴ്സ് അതിനെ നെഗറ്റീവ് ആയിട്ട് തന്നെ വ്യൂ ചെയ്യണം എന്നുള്ളതാണ് എന്റെ ഒരു സജഷൻ. അഗൈൻ ആസ് സച്ച് ഫണ്ടമെന്റൽസ് ഞാനൊന്നും കമന്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നന്ദി ശ്രീ ചന്ദ്രചൂഡാമണി. ഒപ്പം ഡോക്ടർ ശങ്കരൻ. വിപണിയിൽ നിക്ഷേപം നടത്തുന്നവർ മണ്ണറിഞ്ഞ് കൃഷി ചെയ്യുക എന്ന് പറയുന്ന പോലെ വിപണി അറിഞ്ഞ് വാർത്തകൾ അറിഞ്ഞ് മാത്രം നിക്ഷേപം നടത്തുക. എന്ത് തന്നെയായാലും അടുത്ത ആഴ്ച കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.